പാഠം 916 ഒരു 916 കഥ. ഭാമേ, മണി 7 എല്ലാ ദിവസവും അതാവുന്നല്ലേ മോനേട്ടാ? എല്ലാ ദിവസവും 7 മണിക്കൊരു ചായ കിട്ടാറുണ്ടായിരുന്നു. ആ ചായ ഇന്നും ഉണ്ട്. എനിക്കൊരു ഇത്ര തിരക്കായതുകൊണ്ട് അങ്ങോട്ട് കൊണ്ടുവരാതിരുന്നേ. നല്ല അവിയല് കഴിച്ചിട്ട് ഒരുപാട് ദിവസമായെന്ന് മോനിട്ട് ഇന്നലെ എന്നോട് പറഞ്ഞില്ലേ? അതുകൊണ്ട് ഒരു ഗംഭീര അവിയൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞാൻ. എനിക്ക് എന്തെങ്കിലും ഒരു സാധനം കഴിക്കണമെന്ന് പറയുമ്പോഴേ അത് ഉണ്ടാക്കാനുള്ള പരിപാടിയൊക്കെ എന്ന് തുടങ്ങി? നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലേ അപ്പൊ തുടങ്ങിയതോ? പക്ഷെ മോഹനേട്ടൻ ഇതുവരെ അതൊന്നും അംഗീകരിച്ചു തന്നിട്ടില്ല. അതാണ് ഇവിടുത്തെ പ്രശ്നം. നല്ല ചായ. അയ്യോ, എന്തുറ്റി? ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനത്തിനെ പറ്റി നല്ലത് പറയുന്ന പരിപാടി എപ്പോ തുടങ്ങി മോനേട്ടാ? കല്യാണം കഴിഞ്ഞാന്ന് തുടങ്ങിയതാ. പക്ഷേ നല്ലത് എന്ന് പറയാനുള്ള സാധനങ്ങൾ വളരെ കുറച്ചല്ലേ നീ ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്തായാലും ഞാൻ ഉണ്ടാക്കിയത് കഴിച്ചോണ്ട് ഇതുവരെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. നമ്മുടെ കല്യാണ ഫോട്ടോ അപ്പുറത്തിരിപ്പുണ്ട്. അതിൽ ഇങ്ങനെ ഈർക്കില് പോലിരിക്കുന്ന മോഹനേട്ടനാണുള്ളത്. ഇപ്പോഴോ കൊഴുത്തുരുട് തടിച്ച് സുന്ദരക്കുട്ടനായില്ലേ. ഞാൻ ഉണ്ടാക്കിയ ഭക്ഷണമല്ലാതെ വേറൊന്നും ഇത്രയും കാലം കഴിച്ചിട്ടുമില്ല. അപ്പൊ അതെന്തായാലും എന്റെ കൈപ്പുണ്യം കൊണ്ട് തന്നെയല്ലേ. പക്ഷെ നിന്റെ കാര്യോ? എന്താ? കല്യാണം നടക്കുന്ന സമയത്ത് നീ നല്ല തുടുത്ത് സുന്ദരിയായിരുന്നല്ലേ. മേലി ഉണങ്ങി ഒരുമാതിരി വെണ്ടയ്ക്ക പോലെ ഇരിക്കുന്നത്. നീ ഉണ്ടാക്കുന്ന ഭക്ഷണമല്ലേ നീ കഴിക്കുന്നത്? അതെന്താന്നറിയോ മോനേട്ടാ, നല്ല ഭക്ഷണം കഴിച്ചതുകൊണ്ട് മാത്രം ശരീരം നന്നാവൂല, മനസ്സമാധാനം വേണ്ടേ. മോഹനേട്ടനോട് ഇത്രയും കാലം ജീവിച്ചിട്ട് ഞാൻ ഇത്രയല്ലേ മെലിഞ്ഞിട്ടുള്ളൂ. അത് തന്നെ ഭാഗ്യം. ഈ കാഴ്ച ബംഗ്ലാവ് സിംഹത്തിന്റെ കാര്യമൊക്കെ നോക്കുന്ന ജോലിക്കാരുടെ ഒരു അവസ്ഥയില്ലേ, അതാണ് എനിക്ക്. എപ്പോഴാണ് സിംഹത്തിന്റെ സ്വഭാവം മാറുക എന്ന് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് മെലിഞ്ഞു പോകും. അതാരാ നോക്കിയ മോനേട്ടാ, ഉച്ചക്ക് നല്ല സുന്ദരൻ അവിയലും കൂട്ടി ഊണ് കഴിക്കണ്ടേ? ഹലോ, അഡ്വക്കേറ്റ് സത്യഭാമയുടെ വീടല്ലേ? അതെ. ഒന്ന് കൊടുക്കാവോ? ഭാമേ, ഒരു നിമിഷം, ഇപ്പോൾ വരും. ശരി. ആരാ മോനേട്ടാ? ചോദിച്ചില്ല. ഹലോ വക്കീലെ, ഞാൻ പങ്കജാക്ഷനാ. ഞാൻ ഇന്നലെ വക്കീൽ ഓഫീസിൽ വന്ന് കണ്ടിരുന്നു. വന്ന് കണ്ടപ്പോ എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുകയും ചെയ്തല്ലായിരുന്നു. വക്കീൽ എന്നെ കൈ ഒഴിയരുത്. ഈ കേസ് എനിക്ക് ജയിച്ചേ പറ്റൂ. വക്കീൽ ഇത് ഏറ്റെടുക്കണം. നടക്കില്ല പങ്കജാക്ഷ ചേട്ടാ. ചേട്ടന്റെ കേസ് ബാധിക്കാൻ എനിക്ക് മനസ്സില്ലെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞതാണ്. അല്ല വക്കീലെ, അത് ഇക്കാര്യം പറഞ്ഞ് ഇനി എന്നെ ശല്യപ്പെടുത്തരുത്. എനിക്ക് വയ്യാന്ന് പറഞ്ഞ പിന്നെ എന്നെ ഇങ്ങനെ വിളിക്കുന്നത് എന്തിനാ? പങ്കജാക്ഷ ചേട്ടന്റെ ഈ മട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഈ നാട്ടിൽ വേറെ വക്കീലില്ലെന്ന് തോന്നൂല്ലോ. വക്കീലെ, ഫീസ് എനിക്കൊരു പ്രശ്നമല്ല. 1 കോടി രൂപ ഫീസ് തരാന്ന് പറഞ്ഞാലും എനിക്കിത് പറ്റില്ല. ഇമ്മാതിരി കേസ് ബാധിക്കാൻ വേറെ ആളെ നോക്കിക്കോളാം. എന്താണ് ഇങ്ങനൊരു സംസാരം? ഒന്നും പറയണ്ട എന്റെ മോനേട്ടാ. ഒരു പങ്കജാക്ഷൻ വലിയ റിയൽ എസ്റ്റേറ്റുകാരനാ. അയാളുടെ അനിയൻ സ്ഥിരമായിട്ട് തല്ലുണ്ടാക്കും, പോലീസ് പിടിക്കും. 1-2 പ്രാവശ്യം ഞാൻ ജാമ്യം എടുത്ത് കൊടുത്തതാണ്. ഇത്തവണ അവൻ കൈവച്ചത് ഒരു പാവം പെട്ടിക്കടക്കാരന്. ജാമ്യം കിട്ടണമെങ്കിലേ ഞാൻ തന്നെ കേസ് വാദിക്കണമെന്ന്. ഇത്തരം അലപരാധികളുടെ കേസ് വാദിക്കലല്ല എന്റെ ജോലി. ഇങ്ങനൊന്നും ആയിരുന്നില്ലല്ലോ നീ. ഏതെങ്കിലും ഒരു കക്ഷി ഒരു കേസുമായിട്ട് വന്നാൽ കണ്ണും പൂട്ടി നീ അങ്ങ് ഏറ്റെടുക്കും. ന്യായം ആരുടെ പക്ഷാണെന്ന് നോക്കുക പോലുമില്ല. എല്ലായ്പ്പോഴും വക്കീലന്മാർക്ക് ന്യായം നോക്കിയിരിക്കാൻ പറ്റൂല മോനേട്ടാ. പക്ഷേ ഞാൻ എന്നെ കൊണ്ട് ആവുന്നോലൊക്കെ ന്യായം നോക്കാറുണ്ട്. പങ്കജാക്ഷേട്ടൻ പറയാ, എത്ര രൂപ വേണേലും ഫീസ് തരാം. അങ്ങനെ ഫീസ് കിട്ടുമെന്നുള്ളതുകൊണ്ട് മാത്രം എനിക്ക് കേസ് വാദിക്കാൻ പറ്റുമോ? ഒന്നുമല്ലല്ലോ, ഞാൻ വില്ലേജ് ഓഫീസർ കെ മോഹനകൃഷ്ണന്റെ ഭാര്യയല്ലേ.
രൂപ പോലും കൈക്കൂലി വാങ്ങാത്ത സത്യസന്ധനായ നാട്ടുകാരെ മുഴുവനും ബഹുമാനിക്കുന്ന മോഹനകൃഷ്ണ സാറിന്റെ ഭാര്യ ജീവിതത്തിൽ ചെറിയ ആദർശങ്ങളെ കൊണ്ട് നടക്കാതെ പറ്റുമോ? ആ ഇപ്പോഴെങ്കിലും നിനക്കതൊക്കെ തോന്നി നന്നായി. ഭാമേ, മനുഷ്യൻ ജനിക്കും, ജീവിക്കും, മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ പിന്നെയും അവരെ നമ്മൾ ഓർമ്മിക്കുന്നത് അവർ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത കാര്യങ്ങൾ വെച്ചാണ്. ആദർശം മുറുകെ പിടിച്ച് ജീവിക്കുന്നവർ മരിച്ചു കഴിഞ്ഞാലും ഓർമ്മിക്കപ്പെടും. പക്ഷെ മോഹനേട്ടന്റെ ആദർശം കുറച്ച് കൂടുതലല്ലേ മോനേട്ടാ? എത്ര ആദർശമൊക്കെ ആവശ്യമുണ്ടോ? ആദർശങ്ങൾ കൂടുതൽ കുറവ് എന്നൊന്നുമില്ല. ആദർശങ്ങൾ എപ്പോഴും 100%. എന്തുകൊണ്ടാണ് മരിച്ച് ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ടും മഹാത്മാഗാന്ധി നമ്മൾ ഓർക്കുന്നത്? സ്വന്തം ആദർശങ്ങളിൽ അടിമുടി ഉറച്ചു നിന്ന് ജീവിച്ച ആളാണ് ഗാന്ധിജി. അതുപോലെ ആയിരിക്കണം നമ്മൾ എല്ലാവരും. ഹലോ, അതെ, കൊടുക്കാം. ഭാമേ, വിദ്യാലക്ഷ്മി. വിദ്യ, ഓ രാവിലത്തെ കുറച്ച് തിരക്കുകള്. എന്നാ നീ വിളിച്ചത്? ഓ അക്കാര്യം ഞാനങ്ങ് മറന്നു. നാളെയോ? ശരി, മോഹനോട് ഞാൻ ചോദിക്കട്ടെ, എന്നിട്ട് ഞാൻ തിരിച്ചു വിളിക്കാം. എന്താണ്? അതെ, ടൗണിലെ കൽപ്പന ജ്വല്ലറിയില് ഈ പുതിയ മോഡൽ കുറച്ച് മാലകൾ വന്നിട്ടുണ്ട്. നല്ല കുറെ പാറ്റേണാ. ഈ മാല ഒന്ന് മാറ്റി വേറൊരെണ്ണം വാങ്ങിയാലോ എന്നൊരാലോചന. വിധിയെ മാല മാറ്റി വാങ്ങുവാ. നാളെ അവളോട് ചെല്ലുന്നു ചോദിക്കാൻ വിളിച്ചതാ. ഈ മാലയുടെ അതേ തൂക്കത്തിൽ വേറൊരു മാല വാങ്ങണമെങ്കിലും കുറച്ച് പൈസ നമ്മൾ അങ്ങോട്ട് കൊടുക്കേണ്ടി വരും. ഒരു 10,000 രൂപ. അത് മോഹനെടുത്ത് തരുവോ? നടക്കില്ല. ഇമ്മാതിരി ധൂർത്തിന് തരാൻ എന്റെ കയ്യിൽ നയാ പൈസയില്ല. മോഹനേട്ടൻ ഇഷ്ടമുള്ളതെല്ലാം ചെയ്തു തന്ന് മോഹനേട്ടൻ പറയുന്നത് പോലെ ഇവിടെ ജീവിച്ചിട്ട് എന്താണ് കാര്യം? എന്റെ ഒരു കാര്യം പറയാൻ മോഹനേട്ടൻ അപ്പം ഉടക്കിടും. എന്റെ ഒരു സന്തോഷത്തിനുള്ള കാര്യം മോഹനേട്ടൻ ഇല്ലല്ലോ. അതല്ലോ ഞാൻ പറഞ്ഞത്. ഭാമേ, ആദർശം എന്ന് പറയുന്നത് എല്ലാ കാര്യത്തിലും വേണം. അമിതമായി പണം ചെലവാക്കുന്ന ഒരാൾക്ക് വേറെ എന്ത് നന്മയുണ്ടായിട്ട് എന്താ കാര്യം? ഇത് ആദർശത്തിന്റെ നന്മയുടെ ഒന്നും പ്രശ്നമല്ല, പിശുക്കിന്റെ പ്രശ്നമാണ്. പിശുക്കിന്റെ, ഒടുക്കത്തെ പിശുക്കിന്റെ പ്രശ്നം. ആഹാ, കണ്ടോ, ഇതാണ് നിന്റെ കുഴപ്പം. കുറച്ചു മുമ്പ് നീയാണ് പറഞ്ഞത് ഞാൻ ഒരു സത്യസന്ധനായ മാന്യനായ കൈക്കൂലി വാങ്ങാത്തൊരു വില്ലേജ് ഓഫീസറാണ് എന്ന്. എന്റെ ഭാര്യ ആയിരിക്കുന്നതിൽ നിനക്ക് അഭിമാനമാണ് എന്നും പറഞ്ഞു. ഇപ്പൊ നീ പറയുന്നു ഞാനൊരു പിശുക്കനാണ്. ഇതിനെയാണ് നമ്മൾ അവസരവാദം എന്ന് പറയുന്നത്. ഇതിലൊരു അവസരവാദവും ഇല്ല മോനട്ടാ. ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളെയും പോലെ ഞാനും വളരെ സാധാരണമായ ഒരു ആവശ്യം പറഞ്ഞു. ഉടനെ മോഹനട്ട പറഞ്ഞു അത് നടക്കേയില്ലെന്ന്. അത് എവിടെ തന്നെയാ മോഹനട്ടാ? ഭാമേ, പങ്കജാക്ഷൻ എന്ന് പറയുന്ന ഒരാൾ നിന്നെ വിളിച്ച് ഒരു കേസ് ഏൽപ്പിക്കാൻ നോക്കിയപ്പോ നീ അത് ഏറ്റില്ല. എത്ര രൂപ ഫീസ് വേണമെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടും നീ അത് വേണ്ട എന്ന് വെച്ചു. അത് അന്തസ്. ആ കാര്യത്തിൽ ഞാൻ നിന്നെ അഭിനന്ദിക്കുകയും ചെയ്തു. പക്ഷേ തൊട്ടടുത്ത നിമിഷം നീ നിന്റെ ആദർശത്തെ കുഴിച്ചു മൂടിക്കളയുകയും ചെയ്തു. ജീവിതത്തിൽ ആഡംബരങ്ങൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആദർശം. വെറുതെ ഇനി ഓരോന്ന് പറഞ്ഞ് തർക്കിയാൻ നിൽക്കല്ലേ. ഇനി മോഹനേട്ടൻ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പറഞ്ഞ ഒരു തെറ്റാണെന്ന് എനിക്ക് തോന്നുകയില്ല. തോന്നണ്ട ഭാമേ. ചില കാര്യങ്ങളിൽ ആദർശമുണ്ടായത് കൊണ്ടും ചില കാര്യങ്ങളിൽ ആദർശമില്ലാതിരിക്കുന്നത് കൊണ്ടും എന്ത് പ്രയോജനം? ഒരു പ്രയോജനം ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ, ആദർശം എപ്പോഴും 100% ഒരു ഇഞ്ച് വിട്ടുവീഴ്ച ചെയ്താൽ ആദ്യം ചെയ്ത നല്ല കാര്യങ്ങളും വെറുതെ. ഉത്തമ വിളിക്കുന്നുണ്ട്. മോഹനേട്ടനെ കയ്യിലുള്ള ബാക്കി കുറച്ച് ആദർശമില്ലേ, അത് പോയി ഉത്തമനെ പഠിപ്പിക്കും. ഒന്ന് മാറി നിൽക്കുന്നുണ്ടോ? നമസ്കാരം സാർ. നമസ്കാരം. ഇന്നലെ സാറും ഡെപ്യൂട്ടി തഹസീൽദാർ രാജേന്ദ്ര സാറും തമ്മിൽ എന്തെങ്കിലും തർക്കം ഉണ്ടായാ? ഉത്തമന്റെ കാര്യം ആര് പറഞ്ഞു? താലൂക്ക് ഓഫീസിലെ സഹദേവ സാറ് പറഞ്ഞെന്നും പറഞ്ഞ് ചായക്കടയിലെ കൃഷ്ണൻകുട്ടിയാണ് എന്റെ അടുത്ത് പറഞ്ഞത്.
എന്താണ് സാറേ സംഭവം? ഡെപ്യൂട്ടി തഹസിൽദാറിന്റെ ഒരു അകന്ന ബന്ധുവിന്റെ വസ്തുവിന്റെ പോക്കുവരവാണ് കാര്യം. സർവേ നമ്പറിൽ ചില കുഴപ്പങ്ങൾ കണ്ടതുകൊണ്ട് ഞാൻ പോക്കുവരവ് ചെയ്യില്ല എന്ന് പറഞ്ഞു. ഉടനെ രാജേന്ദ്രൻ സാർ വിളിച്ചു പറഞ്ഞു, അങ്ങനെ ഇവിടെ ശരിയാണല്ലോ മോനേഷ, എനിക്ക് വേണ്ടപ്പെട്ട ആളാ, വേണ്ടത് ചെയ്തു കൊടുക്ക എന്ന്. ബാക്കി എനിക്ക് മനസ്സിലായി. ഈ പരിപാടി നടക്കില്ല എന്ന് സാറ് പറഞ്ഞാണ് അല്ലേ? പിന്നെ സംസാരമായിട്ടുണ്ടാവും. പിന്നെ അല്ലാതെ എന്നെ സ്ഥലം മാറ്റിക്കളയും, അത് ചെയ്യും, ഇത് എന്നൊക്കെ പറഞ്ഞ് രാജേന്ദ്രൻ സാർ ഭീഷണിപ്പെടുത്തി. പക്ഷേ കെ മോഹനകൃഷ്ണനുണ്ടോ? വഴങ്ങൂല. ഇത്രയും കാലത്ത് സർക്കാർ ജോലിക്കിടയിൽ നിയമം വിട്ടും സത്യം വിട്ടും കെ മോഹനകൃഷ്ണൻ ഒന്നും ചെയ്യൂല. ഇനിയിപ്പോ രാജേന്ദ്രൻ സാറല്ല, സാക്ഷാൽ റവന്യൂ മന്ത്രി പറഞ്ഞാൽ പോലും എന്നെ അതിന് കിട്ടൂല. ആളുകളുടെ വലിപ്പ ചെറുപ്പവും നമ്മളുമായുള്ള അടുപ്പവും ഒക്കെ നോക്കി എന്റെ സ്വഭാവത്തിൽ ഞാൻ വെള്ളം ചേർക്കില്ല. അത് പിന്നെ എനിക്കറിയല്ലേ സാറേ, അക്കാര്യത്തിൽ മോഹനേഷ് സാർ ഒരു സംഭവം തന്നെയാ. നിങ്ങളും എന്നെ പോലെ ആകണമെന്നാണ് എനിക്ക് നിങ്ങളോട് ഉപദേശിക്കാനുള്ളത്. സാറൊരു സംഭവം തന്നെ അല്ലേ വക്കീലേ? നിങ്ങൾക്കൊക്കെ വന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് പൂഴ്ത്തിട്ട് അങ്ങ് പോയാൽ മതി. ഈ മുടിഞ്ഞ ചിട്ടയുടെ ദോഷം അനുഭവിക്കുന്ന ഞാനല്ലേ. പറയരുത്. പറയണ്ടായിരുന്നു. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം, നീ വരൂ, ഇവിടെ വരൂ. ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം നിനക്ക് ശരിക്കും മനസ്സിലായോ? ആദർശമുള്ള ഒരാൾക്ക് ആ ആദർശം എപ്പോഴും ഉണ്ടായിരിക്കും. ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചെയ്യണ്ട എന്ന് ഉത്തമനോട് പറയുന്ന ഞാൻ അതുപോലെ തന്നെ രാജേന്ദ്രൻ സാറിനോടും പറയും. അതായത് ആളെ നോക്കിയും സാഹചര്യം നോക്കിയും ഞാൻ ആദർശം മാറ്റിമറിക്കില്ല. ഇതൊക്കെ എന്നോട് പറയേണ്ട കാര്യം എന്താണ്? ഭാമേ, നീ ചില നല്ല ആദർശങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു നല്ല ആളാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ചില ആദർശങ്ങളിൽ നീ വിട്ടുവീഴ്ച കാണിക്കുന്നു. ഞാനിപ്പോ എന്ത് ആദർശത്തിലാ മോഹനേട്ട വിട്ടുവീഴ്ച കാണിച്ചത്? പറയാം. നീ രാവിലെ സമയത്ത് എഴുന്നേറ്റ് അടുക്കളയിൽ കയറി ജോലി ചെയ്ത് എനിക്ക് രുചിയുള്ള ചായ ഉണ്ടാക്കി തന്നു. എനിക്കിഷ്ടമുള്ള അവിയൽ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. എന്റെ ഷർട്ടും മുണ്ടും തേക്കുന്നു. ഇതൊക്കെ ഒരു ഭാര്യ എന്ന നിലയിലുള്ള നിന്റെ ഉത്തരവാദിത്തമാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞ് ഏതോ ഒരു പങ്കജാക്ഷന്റെ കേസ് വന്നപ്പോ എത്ര രൂപ ഫീസ് തന്നാലും ഞാനത് വാദിക്കില്ല എന്ന് നീ പറഞ്ഞു. അത് ഒരു വക്കീൽ എന്ന നിലയിൽ നിന്റെ ആദർശമാണ് കാണിച്ചത്. അവിടം വരെ എല്ലാം കൊള്ളാമായിരുന്നു. പക്ഷേ വിദ്യാലക്ഷ്മി വിളിച്ച് ഒരു മാല വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ നിന്റെ ആദർശം എല്ലാം അങ്ങ് പോയി. സ്വർണം വാങ്ങി പണം കളയുന്നത് ധൂർത്താണ് എന്ന കാര്യം നീ ഓർത്തില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ മോഹനേട്ടന് ശരി എന്ന് തോന്നുന്ന രീതിയിൽ മാത്രം ഞാൻ ജീവിക്കണം അല്ലേ? അങ്ങനെയല്ല. ഒരുപാട് നന്മകളുള്ള ഒരാളാണ് നീ. പക്ഷേ ചില ദോഷങ്ങൾ. ഒരു വലിയ പാത്രത്തിൽ നിറയെ ശുദ്ധജലം ഇരിക്കുമ്പോ അതിനുള്ളിൽ ഒരു തുള്ളി അഴുക്ക് വീണാൽ പോലും പിന്നെ അഴുക്കുള്ളൂ അല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ നല്ല മനുഷ്യരായ പോരാ, 100% നല്ല മനുഷ്യരായിരിക്കണം. മാല വാങ്ങാൻ പ്രഭ തീരുമാനിച്ചെങ്കിൽ ഐശ്വര്യ ജ്വല്ലറി പോകുന്നതാണ് നല്ലത്. അവിടുത്തെ സ്വർണം നല്ലതെന്ന് പ്രഹ്ലാദൻ ചേട്ടൻ പറഞ്ഞു. പക്ഷേ ഞാൻ അന്വേഷിച്ചപ്പോ സൗന്ദര്യ ജ്വല്ലറിയ ഭേദമെന്ന് എല്ലാരും പറയുന്നേ. അതുകൊണ്ട് അവിടെ പോവാൻ ഓർത്തിരിക്കുക ഞാൻ. എന്റെ പ്രഭ ആരോടാ ഈ വിവരക്കേട് പറയുന്നത്? നമ്മുടെ നാട്ടിലെ ഏറ്റവും വലിയ തട്ടിപ്പുകാരാ ഈ സൗന്ദര്യ ജ്വല്ലറി നടത്തുന്നത്. അവിടുത്തെ സ്വർണത്തിൽ മുഴുവൻ മായമാണെന്നാ നാട്ടുകാർ മുഴുവൻ പറയുന്നത്. ശിശു പറഞ്ഞിട്ടും കേട്ടിട്ടില്ലേ? ഓ എന്റെ അമ്മോ, സ്വർണത്തിന്റെ കാര്യമൊന്നും എന്നോട് പറയരുതേ. അതൊക്കെ നിങ്ങൾ കാശുള്ളവരുടെ കാര്യമാണ്. ആളുകൾ ബെൻസുകാരനെ പറ്റി പറയും. പക്ഷെ ഞാനത് പറഞ്ഞോണ്ട് വന്നിട്ട് കാര്യമുണ്ടോ? ഒരു സ്കൂട്ടറിന്റെയോ ബൈക്കിന്റെയോ കാര്യമാണെങ്കിൽ ഞാനും കൂടും, അത്ര തന്നെ. പ്രഹ്ലാദൻ ചേട്ടന് ഐശ്വര്യ ജ്വല്ലറിയുടെ തങ്കച്ചൻ ചേട്ടനുമായിട്ട് വലിയ അടുപ്പാ. പ്രഭ ഐശ്വര്യ ജ്വല്ലറി പോവാണെങ്കിൽ ഞാൻ പ്രഹ്ലാദൻ ചേട്ടനെ കൊണ്ടൊന്ന് പറയിപ്പിക്കാം. നല്ല ഡിസ്കൗണ്ടും കിട്ടും. അപ്പൊ അതാണ് കാര്യം. പ്രഹ്ലാദൻ ചേട്ടൻ വഴി ഞാൻ ഐശ്വര്യ ജ്വല്ലറി പോണം. അതിന്റെ കമ്മീഷൻ പ്രഹ്ലാദൻ ചേട്ടന് കിട്ടുമായിരിക്കും. പ്രഭേ, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുതേ. പ്രഭയ്ക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞതാ.
കേൾക്കാൻ മനസ്സില്ലെങ്കിൽ വേണ്ട. നേരെ സൗന്ദര്യ ജ്വല്ലറി പോയി അവിടുത്തെ തട്ടിപ്പ് സ്വർണം വാങ്ങിച്ചോ. ഒരു തട്ടിപ്പുമില്ല. നല്ല ഒന്നാം തരം 916 സ്വർണ്ണാണെന്ന് പരസ്യത്തിലുണ്ടല്ലോ. പരസ്യത്തിൽ എന്താ പറഞ്ഞുകൂടാത്തത്? പക്ഷെ അവിടുത്തെ സ്വർണം മായമാണെന്നുള്ള കാര്യം ഉറപ്പാ. യഥാർത്ഥ 916 സ്വർണം ഐശ്വര്യയിലെ കിട്ടും. ഞാൻ വിശ്വസിക്കില്ല. യഥാർത്ഥ 916 സ്വർണം കിട്ടണമെങ്കിൽ സൗന്ദര്യം തന്നെ പോണം. അയ്യേ, പിന്നെ ഇപ്പൊ കിട്ടും. ഐശ്വര്യയിലെ സ്വർണം തനി തങ്ക, ഒരു മായമില്ല. സൗന്ദര്യയിലെ സ്വർണ്ണമാണ് തനി സ്വർണം, പത്തരമാറ്റ സ്വർണം. ശരിക്കുള്ള 916 സ്വർണം അവിടെ കിട്ടും. അല്ലെന്ന്, ഐശ്വര്യയിലെ ഇല്ല, കിട്ടും. സൗന്ദര്യയിലെ കിട്ടും. ഐശ്വര്യയിലെ കിട്ടൂ. സൗന്ദര്യയിലെ എന്താ പ്രശ്നം? ഞാനൊരു മാല വാങ്ങുന്ന കാര്യം പറഞ്ഞപ്പോ ഈ കാഞ്ഞിര സാർ വെറുതെ തർക്കിക്കാൻ വരിക. സൗന്ദര്യ ജുവലറിയുടെ സ്വർണമാണ് തനി സ്വർണമെന്ന് ഞാൻ. അപ്പൊ കാഞ്ഞിര സാർ പറയാ ഐശ്വര്യ ജുവലറിയുടെ സ്വർണമാണ് തനി സ്വർണമെന്ന്. 916 സ്വർണം കിട്ടണമെങ്കിൽ ഐശ്വര്യ ജ്വല്ലറി തന്നെ പോണം സർ. സൗന്ദര്യയില്ല 916 സ്വർണം ഉള്ളത്. ഐശ്വര്യ മതി. എന്താണ് ഈ 916 എന്ന് നിങ്ങൾക്കറിയാമോ? അല്ല, അതിപ്പോ അറിയില്ല. അറിയാത്തൊരു കാര്യത്തെ പറ്റി വെറുതെ അങ്ങ് തർക്കിക്കുക. 916 സ്വർണം വേണമെന്നും പറയുന്നു, തനി സ്വർണം വേണമെന്നും പറയുന്നു. അതെങ്ങനെ നടക്കും? അല്ല, എന്താ സാറേ ഈ 916? 916 എന്ന് പറഞ്ഞാൽ 916. 1 കിലോഗ്രാം സ്വർണത്തിൽ 916 ഗ്രാം സ്വർണമേ ഉണ്ടാകൂ. ബാക്കി മറ്റു ലോഹങ്ങളാണ്. അയ്യോ, മായാണോ? അല്ല, സ്വർണം യഥാർത്ഥത്തിൽ വളരെ മൃദുവായൊരു ലോഹമാണ്. ഒന്ന് ബലം പ്രയോഗിച്ചാൽ പൊട്ടിപ്പോകുന്ന ഒരു ലോഹം. അങ്ങനെ ഒരു ലോഹം കൊണ്ട് മനോഹരമായ ആഭരണങ്ങൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇല്ല. ആഭരണങ്ങൾ ഉണ്ടാക്കിയാൽ അതിന്റെ രൂപം മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് സ്വർണത്തിന്റെ കട്ടിയും ദൃഢതയും കൂട്ടാനായി ചില ലോഹക്കൂട്ടുകൾ ചേർക്കും. അപ്പോഴാണ് ആഭരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന കരുത്ത് സ്വർണത്തിലുണ്ടാകുന്നത്. 1 കിലോ സ്വർണത്തിൽ 916 ഗ്രാം സ്വർണവും ബാക്കി 84 ഗ്രാം മറ്റ് കൂട്ടുകളുമാണെങ്കിൽ അത് ഏറ്റവും നല്ല സ്വർണമായിരിക്കും. 22 കാരറ്റ് എന്ന് നമ്മൾ പറയുന്ന സ്വർണം. അങ്ങനെയാണ്. ചുരുക്കി പറഞ്ഞാൽ 916 ഗ്രാം സ്വർണം ഉണ്ടെങ്കിൽ അസൽ സ്വർണ്ണമായി. ആഭരണം ഉണ്ടാക്കാനാണെങ്കിൽ ആ വഴിയേ ഉള്ളൂ. അതുകൊണ്ട് 916 എന്ന് പറയുന്നത് ഒരു വലിയ സംഭവമാണ്. പിന്നെ മേലിലെങ്കിലും തർക്കിക്കുമ്പോ തർക്കിക്കുന്ന വിഷയത്തെ പറ്റി പഠിച്ചിട്ട് തർക്കിക്കണം. സാറ് പറഞ്ഞത് കേട്ടല്ലേ? എന്താ സാറേ? ഒന്നുമില്ല. 916 916 ഞാൻ പറഞ്ഞതിനേക്കാൾ വലിയ സംഭവമാണ്. എന്താ സാർ ഉദ്ദേശിച്ചത്? ഭാമേ, ആഹാ, മോനോട് എത്തിയോ? ഇതെന്താ ഇത്ര താമസിച്ചത്? മണി 5:45 ഞാന് ആഫീസിൽ ഇറങ്ങിയിട്ട് സഹകരണ ബാങ്കിലെ അരവിന്ദൻ സാറിന്റെ വീട് വരെ ഒന്ന് പോയിരുന്നു. അരവിന്ദ് സാറിന്റെ വീട്ടിലെന്താ? എനിക്ക് കുറച്ച് പൈസ ആവശ്യമുണ്ടായിരുന്നു. ആഫീസ് ഇറങ്ങുമ്പോ ബാങ്ക് അടച്ചു പോയല്ലോ. അതുകൊണ്ട് പൈസ എടുത്ത് വീട്ടിൽ വെക്കാൻ ഞാൻ അരവിന്ദൻ സാറിനോട് പറഞ്ഞായിരുന്നു. അല്ല, പൈസക്ക് എന്താ ഇത്ര അത്യാവശ്യം? നിനക്ക് മാല വാങ്ങണ്ടേ? നീ പറഞ്ഞ പൈസ. അല്ല, പൈസ ഇതെന്തോ പറ്റി?
ഇതെന്ത് പറ്റി? എന്ത്? അല്ല, രാവിലെ മോഹനേട്ടനല്ലേ പറഞ്ഞത് സ്വർണം വാങ്ങാൻ കാശ് ചെലവാക്കുന്നൊക്കെ ദൂർത്താന്ന്. എന്നിട്ട് ഇതിപ്പോ ഭാമേ, ആ സ്വർണം വാങ്ങി പണം കളയുന്നത് ധൂർത്താണ് എന്ന് ഞാൻ ഇപ്പോഴും പറയും. ഇത്തരം ആഡംബരങ്ങൾക്ക് വേണ്ടി പണം ചെലവാക്കുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായവും. പക്ഷേ ഇത്തരം ഒരു വിഷയം വെച്ച് ഒരാളെ അളക്കുന്നത് ശരിയല്ലല്ലോ. നീ ഈ വീട്ടിലെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യുന്നുണ്ട്, നല്ല ഭക്ഷണം ഉണ്ടാക്കുന്നു, എത്ര പണം കിട്ടിയാലും ന്യായമല്ലാത്ത കേസുകൾ ഏറ്റെടുക്കുകയുമില്ല. അങ്ങനെ ഒരുപാട് നന്മകളുള്ള ഒരാളാണ് നീ. ആ നിനക്ക് ഒരു മാല വാങ്ങണം എന്ന് തോന്നിയത് കൊണ്ട് മാത്രം നീ ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. 1 കിലോഗ്രാം സ്വർണം എന്ന് പറയുന്നത് അതിൽ 916 ഗ്രാം സ്വർണവും ബാക്കി മറ്റു കൂട്ടുകളുമാണ്. പക്ഷേ ആ കൂട്ടുകളില്ല എങ്കിൽ സ്വർണം സ്വർണമായിരിക്കുകയുള്ളൂ, ആഭരണം ഉണ്ടാക്കാൻ പറ്റില്ല. ചുരുക്കി പറഞ്ഞാൽ ആ കൂട്ടുകളാണ് സ്വർണത്തെ ഉപയോഗപ്രദമാക്കി മാറ്റുന്നത്. അതുകൊണ്ട് ഒരു മനുഷ്യനും ആ, 100% ആദർശം പാലിക്കാനോ സത്യസന്ധനാകാനോ കഴിഞ്ഞെന്ന് വരില്ല. അങ്ങനെയുള്ളവരെ കൊണ്ട് സമൂഹത്തിന് വലിയ പ്രയോജനവും ഉണ്ടാവില്ല. ചില വ്യക്തിപരമായ ഇഷ്ടങ്ങളും ചെറിയ ചെറിയ തെറ്റുകുറ്റങ്ങളും ഒക്കെ ഇല്ലെങ്കിൽ നമ്മൾ മനുഷ്യരാകൂ, ദൈവങ്ങളായി പോവില്ലേ? ഒരു സ്വർണമാല വാങ്ങണമെന്ന് നിന്റെ ആഗ്രഹം അത്ര വലിയ തെറ്റൊന്നുമല്ല. ഇനിയിപ്പോ അതൊരു തെറ്റാണെങ്കിൽ തന്നെ ആ തെറ്റും കൂടി ഉൾപ്പെടുന്നതാണല്ലോ നീ. ഉം. നിന്നെ ഇഷ്ടമാകുമ്പോ നിന്റെ ചെറിയ ചെറിയ തെറ്റുകൾ കൂടി ഇഷ്ടാവണ്ടേ? ഇതെന്ത് പറ്റി എന്റെ മോഹനേട്ടന് ഇങ്ങനൊരു മാറ്റം? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. കണ്ട കാര്യങ്ങൾ വിശ്വസിക്കാതിരിക്കുന്നത് വിവരക്കേടാണ്. മോഹനേട്ടൻ പറഞ്ഞ പോലെ തന്നെയാ കാര്യം. മോഹനേട്ടൻ സത്യസന്ധനാണ്, ദുസ്വഭാവങ്ങളില്ല, ഉത്തരവാദിത്വ ബോധമുള്ള ആളാണ്. അങ്ങനെ അങ്ങനെ പറഞ്ഞ നന്മകളുടെ ഒരു കൂമ്പാരം. പക്ഷെ അതിനിടയിലൂടെ മോഹനേട്ടൻ ഒരു മുൻകോപിയും പിശുക്കനും കൂടെയാണ്. 916 നല്ല ഗുണങ്ങളും 84 കുഴപ്പങ്ങളും കൂടെ കൂടിയതാണ് എന്റെ മോഹനേട്ടൻ. ആ കൊച്ചു കുഴപ്പങ്ങളില്ലായിരുന്നെങ്കിൽ മോഹനേട്ടനെ ആരെങ്കിലും ഇഷ്ടപ്പെടുമായിരുന്നു? ചുരുക്കി പറഞ്ഞ ഈ 916 എന്ന് പറയുന്നത് ഒരു സംഭവം തന്നെയാണ്. പിന്നല്ലേ 916 916 നമ്മൾ വിചാരിച്ചത്ര നിസ്സാര കാര്യമേ അല്ല, ഒരു ഭയങ്കര സംഭവമാണ്. 916 എന്നത് ഒട്ടും ചെറിയ കാര്യമല്ല എന്ന് മോഹനകൃഷ്ണൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ വില്ലേജ് ഓഫീസറുടെയും വക്കീലിന്റെയും കുസൃതി കഥകളുമായി കാര്യം നിസാരം നിങ്ങളുടെ മുമ്പിലെത്തുന്ന 916ാമത് രാത്രിയാണിത്. ഞങ്ങളെ ഇരു കൈയും നീട്ടി സ്വീകരിച്ച പ്രേക്ഷകർക്ക് നന്ദി പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസാരം